പത്രത്തില് ഒരു വാർത്ത ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ്. വാർദ്ധക്യത്തിലെത്തിയ കവിതാക്കൾ ഒളിച്ചോടി ഭാര്യ ഭർത്താക്കന്മാര്. പത്രക്കാരത് ആഘോഷിച്ച് കഥയാക്കിയപ്പം അതിനെപ്പറ്റി അന്വേഷിച്ച ചില ആളുകൾ പറഞ്ഞു, വിഷയം എന്താ? ഒരു ഉമ്മാക്കും വാപ്പാക്കും 4 മക്കളാ. 4 മക്കളും കൂടി ഉമ്മയും വാപ്പനെയും നോക്കാൻ ഇല്ലാണ്ടായി. അവസാനം നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ പ്രശ്നമാക്കിയപ്പോ 4 മക്കളും നാട്ടിൽ വന്നൊരു തീരുമാനം എടുത്തു. വാപ്പനെ മൂത്തവും കൊണ്ടുപോകും, ഉമ്മനെ ഇളയോനും കൊണ്ടുപോകും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കട്ടെ, 2 പുരയിൽ 2 ആളെയും കൂടി നടക്കൂല. വാപ്പനെ കൊണ്ടുപോയ മൂത്താൻ വീട്ടിലാക്കി, ഉമ്മനെ കൊണ്ടുപോയവനും വീട്ടിലാക്കി. ഒരു രാത്രി ആ 2 പേർക്ക് ഉറക്കം വന്നില്ല. പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴേക്കും വാപ്പ കിട്ടാവുന്നതും എടുത്തിട്ട് മോന്റെ വീട്ടിൽ ചെന്ന് ഓനറിയാതെ സുബഹിക്ക് ഉമ്മനെയും കൂട്ടിയിട്ട് നാടുവിടുക. വാപ്പന്റെ വയസ്സ് 83, ഉമ്മന്റെ വയസ്സ് 78. മരിക്കുന്നത് വരെ പ്രണയിക്കണം ഭാര്യ ഭർത്താക്കന്മാരും. കാരണം ലോകത്ത് എനിക്ക് പടച്ചോൻ ഏൽപ്പിച്ചു തന്ന രക്തബന്ധങ്ങൾ പലതിനും വേണ്ടി വേദന സഹിച്ചത് എന്റെ ഭാര്യ. ഇപ്പോഴും ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നത് പോലും അവളുടെ നാവിന്റെ ദിക്റുകളുടെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ്. എന്റെ കുടുംബം നോക്കാൻ വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗം. നേരം പോലെ തച്ചിലിട്ട യന്ത്രത്തെ പോലെ പണി ചെയ്യുന്ന, ഞാനിത് പറയുമ്പോൾ ചില ആണുങ്ങൾക്കൊക്കെ ഒരു ഇതുണ്ടാവും, ദേഷ്യം ഉണ്ടാവും. എന്നാലുങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. രാത്രി അല്ലെങ്കിൽ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് രാത്രി നമ്മൾ കിടന്നുറങ്ങാൻ റൂമിലേക്ക് എത്താത്തൊരു ഭാര്യന്റെ തിരക്ക്. ഒരു രാത്രി അടുക്കളയിലുള്ളത് കികാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു നോക്കട്ടെ. അതോടെ മനസ്സിലാകും എത്രത്തോളം ദുരിതം ഒരു പെണ്ണനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ അവൾക്കൊരു സന്തോഷം കിട്ടുന്നത് കൂലി കൊടുത്തിട്ടല്ല, ഒരു നല്ല വാക്ക് പറയുമ്പോഴാണ്. പല ഭാര്യമാരെയും പരാതി എന്താ? ഒന്നും വേണ്ട ഉസ്താദേ, ഒരു പരിഗണന കിട്ടിയാൽ മതിയായിരുന്നു. ഒന്നുമില്ല, ഞാൻ പറയുന്നൊന്ന് കേട്ടാ മതിയായിരുന്നു. ഓള് പറയും എനിക്ക് കഷ്ടപ്പാടാണ്, ഇങ്ങനെ പണിയുണ്ട്, നിങ്ങളെന്താ മനസ്സിലാക്കാത്തത്? അയാൾ തിരിച്ചു പറയും എനക്ക് മാത്രമേ പണിയുള്ളൂ, എനിക്ക് പണിയില്ല. അതോടുകൂടി കേൾക്കുന്ന പെണ്ണിന്റെ മനസ്സ് മുറിയ. എന്നാ അതേ സ്ഥാനത്ത് സാരല്ലടി, എന്നെ കൊണ്ടാവുന്ന പോലെ ഞാനും ഉണ്ട് എന്റെ കൂടെ നീ കരുതിയാ മതി. ഒരു കുടുംബം നമ്മളില്ലെങ്കിൽ ഓള് കൊണ്ടുനടക്കും.